ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റത്തെ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ലിലോ ആൻഡ് സ്റ്റിച്ച്. ഇതൊരു സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമാണ്. ഒരു പെൺകുട്ടി അന്യഗ്രഹജീവിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. സെപ്റ്റംബർ 3 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് സൂപ്പർമാൻ. ജെയിംസ് ഗൺ രചനയും സംവിധാനം നിർവഹിച്ച ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് സൂപ്പർമാൻ. ആമസോൺ പ്രൈമിലൂടെ ഇത് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ക്രോ. റൂബർട്ട് സാൻഡേഴ്സ് സംവിധാനം ചെയ്ത ഒരു അമാനുഷിക സൂപ്പർ ഹീറോ ചിത്രമാണ് ദി ക്രോ. ഈ സിനിമ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു ഹിന്ദി മൂവിയാണ് സയ്യാര. നവാഗതനായ ആഹാൻ പാണ്ഡെയെ നായകനാക്കി മോഹിത് സൂരി സംവിധാനം ചെയ്ത സിനിമയാണ് സയ്യാര. ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ്. അതോടൊപ്പം സംഗീതത്തിനും പ്രാധാന്യം നൽകുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നത് യാഷ്രാജ് ഫിലിംസ് ആണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് അക്കേനം. അരുൺ പാണ്ഡ്യൻ, കീർത്തി പാണ്ഡ്യൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി നവാഗതനായ ഉദയകുമാർ സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ് അക്കേനം. സൺ നെക്സ്റ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 16 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ഗുഡ് ഡേ. പൃഥ്വിരാജ്, രാമലിംഗം, മൈന നന്ദിനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി N അരവിന്ദൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗുഡ് ഡേ. സൺ നെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന മൂവിയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, തുളസി, ജഗദീഷ്, ഹരിശ്രീ അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ സേതുനാഥ് പത്മകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇത് ഒരു കോമഡി മൂവിയാണ്. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്ക് ആയിരിക്കും ഇതിൻ്റെ OTT റിലീസ്. അടുത്തൊരു മലയാളം മൂവിയാണ് ID ദ ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളൈ, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ശിവവിലാസം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ID ദ ഫേക്ക്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. സൈനാപ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസം ഇത് റിലീസ് ചെയ്യും. അടുത്ത മൂവി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി S വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഇത് ഒരു കോമഡി എന്റർടൈൻമെന്റ് ആണ്. മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് മാരീസൻ. ഫഹദ് ഫാസിൽ, വടിവേലു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ് മാരീസൻ. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ചെറുകിട മോഷണങ്ങളുമായി ജീവിക്കുന്ന ദയ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു. അങ്ങനെ ദയ മോഷ്ടിക്കാനായ ഒരു വീട്ടിൽ കയറുന്നതും അവിടെ അൽഷിമേഴ്സ് രോഗിയായ ഒരു വയോധികനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണുന്നതും ആ വയോധികനെ അവിടെ നിന്ന് മോചിപ്പിച്ച് അവർ രണ്ടുപേരും നടത്തുന്ന യാത്രയാണ് ഈ കഥയുടെ ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം 22 ഇത് റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് JSK. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് JSK. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഓഗസ്റ്റ് 15 C5ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയതായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഡൊമിനിക്കിൻ്റെ OTT റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 28 അടുത്തത് ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നീസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. കൊച്ചിയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. ഗുണ്ടാസംഘങ്ങളും ക്രൈംസുമായി പോകുന്ന കൊച്ചിയെ തൻ്റെ പ്രവർത്തനങ്ങളോടെ മാറ്റിയെടുക്കുന്ന ACP ബെഞ്ചമിൻ ജോഷുവ. അങ്ങനെയിരിക്കെ ചില മോഷണങ്ങൾ നടക്കുകയും ഈ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുമാണ് ഈ കഥ പറയുന്നത്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസം ലാസ്റ്റ് വീക്കാണ് ഇതിൻ്റെ OTT റിലീസ്. ഇതുപോലുള്ള വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.